ഗുരുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ശ്രീ മൂകാംബിക അമൃതവിഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി. ഈ വർഷം അതായത് 2024 മെയ് മാസം 1-ാം തീയതി, കൊല്ലവർഷം 1199 ആണ്ട് മേടമാസം 18-ാം തീയതി വ്യാഴഗ്രഹം മേടൻ രാശി വിട്ട് ഇടവൻ രാശിയിലേക്ക് ഗോചരം ചെയ്യുന്നൊരു സമയമാണ്. ഈ സമയം മുതൽ ഒരു വർഷക്കാലത്തേക്ക് അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയവും പൂരുരുട്ടാതി മുക്കാൽ പാദവും ചേർന്ന കുംഭക്കൂറുകാർക്ക് എന്താണ് ഈ ഒരു വർഷത്തെ ഫലം എന്ന് നമുക്കൊന്ന് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടണായ ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വിലയേറിയ കമൻറ്റുകൾ അയക്കുകയും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ള സുഹൃത്തുക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ഒക്കെ ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതും വളരെ ഉപകാരപ്രദമായിരിക്കും. എന്നിരുന്നാലും ഈ ഒരു വർഷക്കാലത്ത് തന്നെ അതാത് മാസങ്ങളിലെ നക്ഷത്ര ഫലങ്ങളും കൂറിൻ്റെ ഫലങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ടതാണ്. അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയവും പൂരുരുട്ടാതി മുക്കാൽ പാദവും ചേർന്ന കുംഭക്കൂറുകാർക്ക് അവരുടെ 4-ാമത്തിലേക്കാണ് വ്യാഴഗ്രഹം സഞ്ചരിക്കുന്നത്. സാധാരണഗതിയിൽ 4-ാം ഭാവത്തിലേക്ക് വ്യാഴം നിൽക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു ഈശ്വരാധീനമൊക്കെ ഉണ്ടാകുന്നൊരു ഭാവമാണ് 4-ാം പാദം. എന്നാൽ ഗ്രഹങ്ങൾ ഗോചരം ചെയ്യുന്ന സമയത്ത്, അതായത് വ്യാഴഗ്രഹം ഗോചരം ചെയ്യുന്ന സമയത്ത് 4-ാം പാദത്തിൽ നിൽക്കുന്നത് അത്ര തന്നെ സുഖപ്രദമല്ല. ബന്ധുക്കളിൽ നിന്നും ദുഃഖാനുഭവങ്ങൾ ഉണ്ടാവുകയും ഒരിടത്തും സുഖമില്ലായ്കയുമൊക്കെയാണ് ഈ ഒരു ഫലം. ജോലി ചെയ്യുന്നിടത്താണെങ്കിലും വീട്ടിലാണെങ്കിലും സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിലും ബന്ധുക്കളുടെ ഇടയിലാണെങ്കിലും എവിടെ ഇരുന്നാലും ഏതൊരുവിധ സുഖങ്ങളും ലഭിക്കാത്തൊരു സമയമാണ് ഈ ഒരു വർഷക്കാലം. ബന്ധുദുഃഖങ്ങളൊക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അടുത്ത ബന്ധുക്കളുടെ മരണമോ അല്ലെങ്കിൽ തന്നെ ബന്ധുക്കൾ മുഖാന്തരം ഉണ്ടാകുന്ന പലതരത്തിലുള്ള ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു സമയമാണ്. വീടൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിലൊക്കെ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു സമയമാണ്. അതേസമയം ശനി ഗ്രഹം ജന്മത്തിൽ നിൽക്കുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് എല്ലാ ഒരു ഗുണദോഷ സമ്മിശ്രിത ഫലമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതായിരിക്കും. എന്നിരുന്നാലും ഗുണങ്ങളായാലും ദോഷങ്ങളായാലും ജാതകവശാൽ ദോഷഫലങ്ങളൊക്കെയാണ് ദശാപരമായിട്ടുള്ളതെങ്കിലും ഈ ദോഷഫലങ്ങൾക്ക് കാഠിന്യം കൂടുകയും ചെയ്യുന്നതാണ്. എന്നിരുന്നാലും വ്യാഴദൃഷ്ടിയാണ് എന്ന് പറഞ്ഞാലും വളരെയധികം ദോഷങ്ങളൊന്നും ഉണ്ടാകുന്നൊരു സമയമല്ല. എങ്കിലും കുറേയൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് തന്നെ വരും. വാഹനം ഓടിക്കുന്ന വ്യക്തികളൊക്കെ വളരെ ശ്രദ്ധിക്കണം. വാഹനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടാകുവാനും വാഹനം വാങ്ങുന്നതിനും വീട് വയ്ക്കുന്നതിനുമൊക്കെ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴനെ കൊണ്ട് ഗുണമുണ്ടാകും എന്ന് പറയുന്നുണ്ട്. നാൽക്കാലി ലാഭം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. എല്ലാം സാധാരണഗതിയിൽ വ്യാഴം 4-ൽ നിന്നാൽ ഗുണങ്ങളെയൊക്കെ പറയും. എന്നാൽ ഗ്രഹചാരവശാൽ വ്യാഴം നിൽക്കുന്നത് അത്ര തന്നെ നല്ലതല്ല എന്നുള്ളൊരു അഭിപ്രായം കൂടി ആചാര്യന്മാർ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഈ കുംഭക്കൂറുകാർക്ക് വ്യാഴപ്രീതി വരുത്തുന്നതിന് വേണ്ടിയിട്ട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ശനിയാഴ്ച ദിവസം ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നതും ശാസ്താവ് പ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതും വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം തുളസിമാല ഒക്കെ സമർപ്പിച്ച് നെയ്വിളക്കൊക്കെ സമർപ്പിച്ച് ഭഗവാന്റെ ഇഷ്ടസൂക്തമായ പുരുഷസൂക്ത പുഷ്പാഞ്ജലിയോ വിഷ്ണു സൂക്ത പുഷ്പാഞ്ജലിയോ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയോ ഒക്കെ നടത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. എന്തായാലും ഒരു വർഷക്കാലത്തേക്ക് ഗുണദോഷ സമ്മിശ്രിത ഫലമായിരിക്കും ഉണ്ടാകുക. ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. ശിവന് ജലധാര മൃത്യുഞ്ജയാർച്ചനയൊക്കെ നടത്തുന്നതും ഈ ശനി ജന്മത്തിൽ നിൽക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കുടുംബപരദേവതാ ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് വച്ചാരാധിച്ചു കൊണ്ടിരിക്കുന്ന മൂർത്തികൾ കുടുംബക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നതും കുടുംബപരദേവതയുടെ അനുഗ്രഹം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നടത്തുന്നതും ഈ പറഞ്ഞതുപോലുള്ള വഴിപാടുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത്
ഈ ഒരു വർഷക്കാലം എന്തായാലും കുംഭക്കൂറുകാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ, എല്ലാവിധ ആയുരാരോഗ്യം ഉണ്ടാകട്ടെ, സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.